ബാക്കിയെല്ലാം നമുക്ക് കിട്ടും, ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. അറിവ്, വായനയിലൂടെ, പ്രസംഗങ്ങളിലൂടെ എല്ലാം കിട്ടും. പക്ഷെ ഈശോ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് അറിഞ്ഞാൽ ഞാൻ ഈശോയുമായിട്ടൊരു ബന്ധത്തിലേക്ക് വളരും. എനിക്ക് വേണ്ടി അത് ചെയ്തത് ഈശോ അല്ലാതെ മറ്റാരും അല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ നമുക്ക് ഈശോയെ വിട്ടിച്ച് പോകാനും പറ്റത്തില്ല. ശക്തിയോട് പറ ഹല്ലേലൂയാ. പറ, നിങ്ങൾക്ക് വേണ്ടി ഈശോ ചെയ്തതും ഈശോ അല്ലാതെ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റാത്തതുമായ ഒരു കാര്യമുണ്ട്. സുവിശേഷങ്ങളൊക്കെ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ വന്നത് നീതിമാന്മാരെ കുറെ കൂടെ മോടി പിടിപ്പിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. ഞാൻ വന്നത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആരേ ചെയ്തുള്ളൂ? ഈശോയെ ചെയ്തുള്ളൂ. വേറെ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ? വേറെ ആരെ കൊണ്ട് അത് ചെയ്യാനും പറ്റത്തില്ല. ഈശോയുമായിട്ട് ഞാൻ ബന്ധത്തിലായിരിക്കുന്നെങ്കിൽ, ഞാനൊരു നല്ല ക്രിസ്ത്യാനി ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ ദേവാലയത്തിൽ പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ഈശോയുടെ സ്നേഹത്തിന്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിനൊരൊറ്റ കാരണം ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങളല്ല, എനിക്ക് വേണ്ടി ഈശോ ചെയ്ത കാര്യം എനിക്ക് മനസ്സിലായി. ഈ കാര്യം ഈശോ അല്ലാതെ മറ്റാരും എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് ഈ ബലിപീഠത്തെ, ഈ സ്നേഹ സാന്നിധ്യത്തെ, ഈ ആരാധനയെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തെ, ഈ കുദാശയെ, ഈശോയുടെ ഹൃദയത്തെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ആൻഡ് ഈ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ വിളിക്കുക ക്രിസ്ത്യാനിറ്റി. ഈ ബന്ധത്തെയാണ് നമ്മൾ വിളിക്കുക ക്രിസ്തു മതം. എഴുതി വെച്ചിരിക്കുന്ന കുറെ നിയമങ്ങളല്ല, പറഞ്ഞുകൂട്ടിയിരിക്കുന്ന കുറെ ലിഖിതങ്ങളല്ല, കുറെ ആചാരങ്ങളോ ആചാര്യന്മാരുടെ അനുഷ്ഠാനങ്ങളോ അല്ല, ഈശോയുമായിട്ടുള്ള ബന്ധമാണ് ഈ മതത്തിന്റെ അടിസ്ഥാനം. പറ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ.